വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഒരു ശിവരാത്രി ദിനം കൂടി കഴിഞ്ഞുപോയി. എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ തിരുനാമങ്ങൾ വിളിച്ചുകൊണ്ട്, ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഭഗവാനോടൊപ്പം കഴിഞ്ഞ ഒരു രാത്രി, ഒരു ശിവരാത്രിയും കൂടി കഴിഞ്ഞു. അന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടി. പല ചെറുതും വലുതുമായിട്ടുള്ള ശിവക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭഗവാനിലുള്ള ഭക്തി കൊണ്ടായിരിക്കാം ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സ് ചെറുതായിട്ടൊന്ന് പിടഞ്ഞു. അതാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ശിവരാത്രി എന്തെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അതിനെപ്പറ്റി നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല, ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ശിവരാത്രി ദിവസം നമ്മൾ അമ്പലത്തിൽ പ്രോഗ്രാമുകൾ നടത്തുന്ന സമയത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമപ്രകാരമൊക്കെ പുതിയ നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമൊക്കെ ആയിക്കൊണ്ട് എല്ലാ ചെറിയ ക്ഷേത്രങ്ങളിലെ പ്രോഗ്രാമുകളെല്ലാം 10 മണിയിലേക്ക് 10:30-11 മണി വരെ മാക്സിമം എന്നുള്ള രീതിയിലേക്ക് വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായി. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഗാനമേള നടത്തുന്ന ക്ഷേത്രങ്ങൾ, കൈകൊട്ടിക്കളി, ലേഡീസിൻ്റെ കൈകൊട്ടിക്കളിയൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങൾ, മിമിക്രിയൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള കലാപരമായ പരിപാടികൾ നടത്തുന്ന ക്ഷേത്രങ്ങളിലെ പ്രോഗ്രാമുകളെല്ലാം തുടങ്ങിയത് 7 മണിക്കൊക്കെയാണ്. 7-7:30 ടൈമാണ്. ഈ 7:30 സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ അത്താഴപൂജ കഴിഞ്ഞോ? സംശയമാണ്. എന്തുമാവട്ടെ, കഴിഞ്ഞിരിക്കണം. അതാണ് നമ്മളുടെ ഒരു തീരുമാനം. എന്നിരുന്നാൽ തന്നെ തൊട്ട് തന്നെ ഇരിക്കുന്ന സ്റ്റേജിൽ ഈ കൈകൊട്ടിക്കളി നടക്കുമ്പോൾ നാടോടി പാട്ടും വേടൻ്റെ പാട്ടും എന്നു തുടങ്ങി ആഭാസത്തരങ്ങൾ വരെ അടങ്ങിയിട്ടുള്ള പാട്ടുകൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്, കേട്ടെന്നവൻ പറയുന്നു. എന്നാൽ നല്ല പാട്ടുകളുമുണ്ട്, കേട്ടിരിക്കാവുന്ന പാട്ടുകളുമുണ്ട്. പക്ഷേ അത് ഏത് വേണം ഏത് വേണ്ട എന്ന് ആ കമ്മിറ്റിക്കൊന്ന് തീരുമാനിക്കായിരുന്നു, അവിടുത്തെ തന്ത്രിക്കൊന്ന് തീരുമാനിക്കായിരുന്നു, ആ മേൽശാന്തിക്ക് ഒരു അഭിപ്രായം പറയുമായിരുന്നു. ഭഗവാന് വേണ്ടി ഭഗവാനോട് ആ ചെയ്ത എല്ലാ തെറ്റുകളും പൊറുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. അർദ്ധനാരീശ്വരായ നമഃ.